ഈയിടെ കേട്ട ഒരു സന്ദേശം ഖലീൽ ജിബ്രാനെ ഉദ്ധരിക്കുന്നു. കടലിൽ അലിഞ്ഞു ചേരുന്നതിന് മുൻപ് ഒരു നദി ഭയന്ന് വിറയ്ക്കുന്നു. അവൾ തിരിഞ്ഞു നോക്കുന്നു. സ്വന്തം സ്വത്വത്തിൽ അഭിമാനിച്ച് സ്വാതന്ത്ര്യത്തോടെ തുള്ളിച്ചാടി മലമുകളിൽ നിന്ന് വളഞ്ഞ് പുളഞ്ഞ് കാടുകളും ഗ്രാമങ്ങളും താണ്ടിയാണ് അവൾ ഒഴുകുക. എന്നാൽ സമുദ്രത്തിൽ പ്രവേശിച്ചാൽ അവളുടെ സ്വത്വം, ഐഡന്റിറ്റി എന്നേക്കുമായി അപ്രത്യക്ഷമാകുമെന്നതാണ് ഇവിടെ അവളുടെ ഭയം. അതെ, അത് സത്യമാണ്. വേറെ വഴിയില്ല. സമുദ്രത്തിനടുത്ത് എത്തിയ നദിക്ക് ഒരിക്കലും തിരിച്ചു പോകാനാവില്ല. അത് അസാധ്യമാണ്. ഭയപ്പെട്ടു നിൽക്കുന്ന നദിയെ ചാടി സമുദ്രത്തിന്റെ ഭാഗമാകാൻ എല്ലാവരും ഉപദേശിക്കുന്നു, നിർബന്ധിക്കുന്നു. ഭയമില്ലാതെ നദി സമുദ്രത്തിലേക്ക് ചാടണം. കാരണം അത് ചെയ്താൽ മാത്രമേ നദി അറിയൂ അത് സമുദ്രത്തിൽ അപ്രത്യക്ഷമാവുകയല്ല, മറിച്ച് സമുദ്രമായി മാറുകയാണ് എന്ന്. അപ്രത്യക്ഷമാകും എന്ന ഭയമല്ല, സമുദ്രവുമായി ഒന്നാവുകയാണെന്ന സന്തോഷവും അഭിമാനവുമാണ് നദിക്ക് ഉണ്ടാകേണ്ടത്. സുഹൃത്തുക്കളെ, ഭയപ്പെടേണ്ട. നമ്മുടെ ഓരോ തുള്ളിയും കൂടുമ്പോഴാണ് ഈ സമുദ്രം ശക്തമായ സാഗരമാകുന്നത്. ആത്മീയത, ധാർമ്മികത, മതം എല്ലാം നമ്മെ ഇത് പഠിപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ച സഭയുമായി നാം എല്ലാവരും ഉത്ഭവിച്ച നമ്മുടെ പൊതുമാതാവായ നമ്മുടെ പ്രിയപ്പെട്ട സീറോ മലബാർ സഭയുമായി ഒന്നിച്ചു നടക്കാൻ ധീരമായ തീരുമാനം നമുക്കെടുക്കാം. ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഈ അമ്മയെ വിട്ട് മറ്റെവിടെയും പോകാൻ നമുക്കാർക്കും കഴിയില്ല. അതിനാൽ പേടിക്കരുത്. ഇതിനായി ഒരർത്ഥത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കേണ്ടതായി വന്നേക്കാം. കത്തോലിക്ക സഭയെന്ന സമുദ്രവുമായി ലയിക്കാൻ നമ്മുടെ കാണപ്പെടുന്ന സഭാതലവനായ മാർപ്പാപ്പയുമായി ഒന്നിച്ചു നടക്കാൻ നാം പ്രാപ്തരാകണമെങ്കിൽ നമ്മുടെ അഹന്തയോടും സ്വാർത്ഥതയോടും ശത്രുതയോടും നാം മരിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ധൈര്യപൂർവം അങ്ങനെ ചെയ്താൽ സമുദ്രത്തിനുള്ളത് മുഴുവൻ നമ്മുടേതാകും. നാം സമുദ്രത്തിൻ്റേതുമാകും. ആത്മീയത വിനയത്തിലേക്ക് നയിക്കുന്നു. മുളയ്ക്കാനും ഫലം ചൂടാനും ഗോതമ്പ് മണ്ണിൽ മരിച്ചേ മതിയാകൂ. നമ്മുടെ യജമാനൻ സ്വയം ശൂന്യനായി ഒരു ദാസന്റെ രൂപം സ്വീകരിച്ചില്ലേ? നിയമത്തിന് കീഴിലുള്ളവരെ വീണ്ടെടുക്കാൻ അവൻ തന്നെ നിയമത്തിന് വിധേയനാക്കിയെന്ന് നമുക്കറിയാം. അതാണല്ലോ ക്രിസ്മസ്. സുഹൃത്തുക്കളെ, മറക്കരുത്. കടലിൽ പ്രവേശിക്കുമ്പോൾ നദിക്ക് അതിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നില്ല. നദി സമുദ്രവുമായി ലയിക്കുമ്പോൾ സമുദ്രത്തിലെ എല്ലാം നദിക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. ആർത്തിരമ്പുന്നൊരു കടലായി മാറാൻ, ആത്മീയ സമ്പത്തുള്ള വിഭവശേഷിയുള്ള ഒരു സാഗരമാകാൻ നമുക്ക് ഒരൊറ്റ യാഥാർത്ഥ്യമായി മാറാം. ഒന്നിപ്പിന്റെ കഥ പറച്ചിൽ, കൂട്ടായ്മയുടെ സ്നേഹഗാഥ ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് തുടങ്ങാം. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും, തീർച്ച.